നമസ്കാരം. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയം കൈവിടാത്ത ഭരണാധികാരി എന്ന ഖ്യാതി ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് നടന്ന BJP പരിപാടിക്കിടെ തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK ആശാനാഥനോട് പ്രധാനമന്ത്രി കാണിച്ച ആദരവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പാർട്ടി വേദിയിൽ വെച്ച് പ്രധാനമന്ത്രിയെ അടുത്തുകണ്ട ഡെപ്യൂട്ടി മേയർ PK ആശാനാഥ് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി പാദങ്ങൾ തൊട്ട് വന്ദിക്കാൻ മുതിർന്നു. എന്നാൽ ചുറ്റും നിന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നേക്കാൾ പ്രായത്തിൽ കുറവായ ജനപ്രതിനിധിയുടെ പാദങ്ങൾ നരേന്ദ്രമോദി തിരിച്ചു വന്ദിക്കുകയായിരുന്നു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ആശാനാഥും കണ്ടുനിന്നവരും സ്തബ്ധരായിപ്പോയി. സ്ത്രീകളെയും ജനപ്രതിനിധികളെയും എത്രത്തോളം ഉന്നതമായ സ്ഥാനത്താണ് പ്രധാനമന്ത്രി കാണുന്നത് എന്നതിന്റെ തെളിവായി ഈ ദൃശ്യം മാറി. BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷിനെ ചേർത്തുപിടിക്കുകയും തോളിൽ തട്ടി അഭിനന്ദിക്കുകയും ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി ആശാനാഥിന് ഈ ആദരവ് നൽകിയത്. നേതാക്കളോടും പ്രവർത്തകരോടും അദ്ദേഹം പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധവും ലാളിത്യവും അണികളിൽ വലിയ ആവേശമാണ് പടർത്തിയിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം പ്രസംഗങ്ങളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ കാണിച്ചു തരുന്ന മാതൃകയാണ് മോദിജിയുടേതെന്ന് പ്രവർത്തകർ പ്രതികരിക്കുന്നു. സംഭവത്തിന് പിന്നാലെ തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് ആശാനാഥ് ഫേസ്ബുക്കിൽ കുറിച്ച വരികളും ഹൃദയസ്പർശിയാണ്. ഇത് വെറും ഒരു ഫോട്ടോയല്ല, എൻ്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു നിമിഷമാണ്. അധികാരത്തിൻ്റെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന വ്യക്തി വിനയത്തോടെ എൻ്റെ കാലുകൾ തിരിച്ചു വന്നിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ആ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല, ഭാരതത്തിൻ്റെ സംസ്കാരത്തെയാണ് എന്നാണ് ആശാനാഥ് കുറിച്ചത്. വിനയമാണ് യഥാർത്ഥ മഹത്വമെന്ന് താൻ തിരിച്ചറിഞ്ഞ നിമിഷമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. ആശാനാഥിൻ്റെ പോസ്റ്റിങ്ങിനെ ഇത് വെറുമൊരു ഫോട്ടോയല്ല, എൻ്റെ ആത്മാവിൽ പതിഞ്ഞ നിമിഷമാണ്. ആദരവോടെ ഞാൻ കാലുകൾ തൊട്ടുവന്നിച്ചപ്പോൾ അധികാരത്തിൻ്റെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിനയത്തോടെ എൻ്റെ കാലുകൾ തിരിച്ചു വന്നിച്ചു. ആ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് കണ്ണുകൾ അറിയാതെ നനഞ്ഞു. അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നു. ഈ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല, മനുഷ്യനെയാണ്, സംസ്കാരത്തെയാണ്, ഭാരതത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു അനുഗ്രഹമായി, ഒരു പ്രചോദനമായി നിലനിൽക്കും. വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം. ഈ സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല എന്നാണ് ആശാനാഥ് പ്രതികരിച്ചത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഇത്തരം മാനുഷികമായ ഇടപെടലുകൾ നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എതിരാളികൾക്ക് പോലും ആദരവ് തോന്നുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വലിയ രാഷ്ട്രീയ ഊർജ്ജവും നൽകും. വിദേശ രാജ്യങ്ങളിൽ പോലും സമാനമായ രീതിയിൽ വിനയം പ്രകടിപ്പിച്ച് ശ്രദ്ധേയനായ മോദി കേരളത്തിലെ ഒരു സാധാരണ ജനപ്രതിനിധിയോട് കാണിച്ച ആദരവ് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. അധികാരത്തിന് ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയം കൈവിടാത്തൊരു ഭരണാധികാരിയുടെ ഹൃദയസ്പർശിയായ ഇടപെടലാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. മാതൃശക്തി എന്ന തൻ്റെ സങ്കല്പം വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളിലോ മുദ്രാവാക്യങ്ങളിലോ ഒതുങ്ങുന്നതല്ല എന്നും അത് തൻ്റെ ജീവിതചര്യയുടെ ഭാഗമാണെന്നും പ്രവൃത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുകയാണെന്നാണ് മോദി പിന്തുടർച്ചക്കാരുടെ ഭാഷ്യം. ഭാരതീയ സംസ്കാരം എക്കാലം ഉയർത്തിപ്പിടിക്കുന്ന വിനയം എന്ന മൂല്യം ലോക നേതാവ് ഇത്തരത്തിൽ പ്രകടമാക്കുന്നത് വരും തലയ്ക്കും യുവജന പ്രതിനിധികൾക്കും വലിയൊരു മാതൃകയാണെന്നും BJP പ്രവർത്തകർ പറയുന്നു.